ഈ കണ്ടന്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ യഥാർത്ഥത്തിൽ? ഗൂഗിൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ മറ്റ് സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഈ AI കണ്ടന്റിനെ? AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും? AI കണ്ടന്റ് റാങ്ക് ചെയ്യുമോ? SEO ചെയ്യുന്ന ആളുകളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ AI കണ്ടന്റിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. അത് SEO ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു വലിയ പ്രോബ്ലമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് AI കണ്ടന്റ് ഉപയോഗിക്കാമോ, ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ ഉപയോഗിക്കണം, ഗൂഗിൾ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, AI കണ്ടന്റ് റാങ്ക് ചെയ്യുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പല ആളുകൾക്കൊരു വ്യക്തതയില്ല. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. SEOയിൽ ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്കായാലും ഉണ്ടാവും, പഠിക്കുന്നവർക്ക് ആയാലും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നവർക്കായാലും ഉണ്ടാവും. അപ്പോൾ ഇത്തരം അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു SEO ഇക്കോസിസ്റ്റം കൂടിയാണ്. അതായത് അതിനകത്ത് പഠിക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളുടെ തന്നെ കോഴ്സിലെ പാർട്ടിസിപ്പൻസ് ഉണ്ട്, അതിനകത്ത് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും, അത് മാത്രമല്ല ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഒരു SEO ഇക്കോസിസ്റ്റം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു SEO ഇക്കോസിസ്റ്റത്തിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഡിസ്കഷനൊക്കെ ഇപ്പോൾ SEOയിൽ പോകുന്നത് AI കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. AI കണ്ടൻറ്റ് ഉപയോഗിക്കാമോ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ AI കണ്ടൻറ്റ് ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ഡിസ്കഷനും പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ AI കണ്ടൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ AI കണ്ടൻറ്റ് വരുന്നത്, ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അതെ, AI കണ്ടൻറ്റ് എന്ന് പറയുന്ന സമയത്ത് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള കണ്ടൻറ്റുകളും AI കണ്ടൻറ്റാണ്. അത് ടെക്സ്റ്റ് മാത്രമല്ല, ഇമേജ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, അങ്ങനെ എല്ലാ തരത്തിലും ഈ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന AI ഉപയോഗിച്ചിട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകളാണ് AI കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമുക്കറിയാം, നമ്മൾ ഒരു ഹ്യൂമൻ ഒരു ഇൻ്റർവെൻഷൻ എപ്പോഴും നമ്മുടെ ഈ കണ്ടൻറ് ക്രിയേഷനകത്തുണ്ട്. ഒരു പെയിൻറ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പീസ് ഓഫ് റൈറ്റിങ്, നമ്മളൊരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും എഴുതുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇമാജിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക, എന്നിട്ട് നമ്മൾ അത് ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ടൈപ്പ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഴുതിയിട്ടോ നമ്മൾ പേപ്പറിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എഴുതി ഷോക്കേസ് ചെയ്ത് വെക്കുക, പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഹ്യൂമൻ ജനറേറ്റഡ് കണ്ടൻറ്റ്, അല്ലെങ്കിൽ മനുഷ്യൻ എഴുതുന്ന കണ്ടൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ പെയിൻറ്റിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പിക്ചർ നമ്മൾ മനസ്സിലിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അതിന് കുറേ സ്റ്റേജസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഐഡിയ ഡെവലപ്പ് ചെയ്യുന്ന കുറേ സ്റ്റേജസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അത് എൻഹാൻസ് ചെയ്യുന്നൊരിതുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്യും. എന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കുറേ ദിവസങ്ങളോളം ആലോചിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഒരു ചിത്രം വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, പിക്കാസോ ഒരു എന്താ പറയുക, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവോ, ഇങ്ങനെ ഏതോ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ കുറച്ച് സെക്കൻഡ് എടുത്തിട്ടുള്ളൂ, പക്ഷേ അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലങ്ങളെടുത്തു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ റൈറ്റിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോഴും ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇമേജ്, വീഡിയോയുടെ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് പ്ലാൻ ചെയ്യണം, നമ്മൾ ആർട്ടിസ്റ്റുകളെ നമ്മൾ വിളിക്കണം, നമ്മൾ എന്താ പറയുക, ഇത്തരം ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ഷൂട്ടിങ്ങിന് വേണ്ട കാര്യങ്ങളും എല്ലാം ഒരുക്കിയതിന് ശേഷം നമ്മൾ ഈ പ്രോസസ്സിലേക്ക് കടന്ന് ഷൂട്ട് ചെയ്യണം ചെയ്യുക. അപ്പോൾ ഒരുപാട് ടെക്നീഷ്യൻസ്, ഒരുപാട് ഈ പറഞ്ഞ പോലെ ഗ്രാഫിക് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് ആളുകളൊക്കെ ഇൻവോൾവ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇതെല്ലാം ഈ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്ന സമയത്തേക്ക് നമുക്ക് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ ഔട്ട്പുട്ട് വരേണ്ടത്, അത് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, സീൻ ബൈ സീനായിട്ട്, മൈന്യൂട്ടായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം ഇമാജിൻ ചെയ്യും, അതിന് പ്രോംപ്റ്റാക്കി മാറ്റുകയും, അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഈ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ AI നമുക്കൊരു കൃത്യമായിട്ടൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത്. അപ്പോൾ ഈ രീതിയിലേക്ക് കണ്ടൻറ് ക്രിയേഷനിൽ വന്നിരിക്കുന്ന ഒരു റെവല്യൂഷണറി അപ്രോച്ച് തന്നെയാണിത്. അത്തരത്തിലുള്ള കണ്ടൻറ്റുകളെയാണ് നമ്മൾ AI ജനറേറ്റഡ് കണ്ടൻറ്റുകളെന്ന് വിളിക്കുന്നത്.
അത് SEOയിൽ മാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിൻ്റെ കേസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിളിൻ്റെ കേസിലോ മാത്രമല്ല ഇത്തരം കണ്ടൻറ്റുകളുള്ളത്. നമ്മളുടെ എല്ലാ ഫീൽഡിലും മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൊതുവേ ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ, സയൻസ്, ഡെവലപ്മെൻറ്റ്, അങ്ങനെ എല്ലാ ഇതിലും വരുമ്പോൾ അവിടെ എല്ലാം വരുന്ന ടൈപ്പ് ഓഫ് കണ്ടൻറ്റുകൾ, അത് എഡ്യൂക്കേഷനിലാവാം, ഇൻഫോർമേറ്റീവ് ആവാം, എൻ്റർടൈൻമെൻ്റ് ആവാം, എന്തും ആവാം, ആ തരത്തിലുള്ള ഏത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റുകൾ അതെല്ലാം ഈ പറയുന്ന പോലെ ഒരു AI ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ AI തന്നെ ജനറേറ്റ് ചെയ്യുന്നു. അതിനാണ് AI ജനറേറ്റഡ് കണ്ടൻറ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ AI കണ്ടൻറ് എന്ന് പറയുന്നത് ഈ രീതിയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന കണ്ടൻറ്റുകളാണ് AI കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടൻറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ യഥാർത്ഥത്തിൽ? AI കണ്ടൻറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനുണ്ട്. അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് നമുക്ക് ആദ്യം പറയാം. പ്രശ്നങ്ങളിലേക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അത് കഴിഞ്ഞിട്ട് വരാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു ആർട്ടിക്കിൾ എഴുതാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം സമയം ആവശ്യമുണ്ട്. നമുക്കൊന്ന് ഐഡിയ ഡെവലപ്പ് ചെയ്യണം, റിസർച്ച് ചെയ്യണം, അതോടൊപ്പം തന്നെ നമ്മളിത് എഴുതണം, എഴുതിയതിന് ശേഷം നമുക്ക് റീറൈറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, ഇങ്ങനെ കുറേയധികം പ്രോസസ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ കുറേ കാലം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ പറഞ്ഞ പോലെ ഒരു പീസ് ഓഫ് റൈറ്റിംഗ്, അത് ഒരു പീസ് ഓഫ് വർക്ക് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേയധികം സമയമെടുക്കും. ഒരു നോവലാണെന്നുണ്ടെങ്കിൽ തന്നെ എഴുതാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അറിയാലോ, ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ വന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ എഴുത്തുന്നുള്ള പ്രോസസ്സ് ചിലപ്പോൾ ഒരു സ്പീഡായി കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ഇൻറ്റേർണലി നമുക്ക് വരുന്ന ഒരു ക്രിയേറ്റീവ് തോട്ട് അതിനെ പേപ്പറിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേയധികം സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യന് അത്ര നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ലക്ഷക്കണക്കിന് ടെക്സ്റ്റുകൾ, ഈ പറഞ്ഞ പോലെ കോടിക്കണക്കിന് ട്രില്യൺസ് ഓഫ് ടെക്സ്റ്റുകൾ, വേർഡ്സ് ബൈഹാർട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാറ്റേൺസ് ഇത്രയധികം എന്താ പറയുക ലിറ്റററി വർക്കുകൾ പഠിച്ചതിന് ശേഷം AI കൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു കഥ എഴുതിപ്പിക്കുക അല്ലെങ്കിൽ കവിത എഴുതിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ സെക്കൻഡിലൊരു അംശം കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അതിന് എഴുതാനായിട്ട് പറ്റും. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലിറ്ററേച്ചറിൽ വരുമ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഭാവനയെ അതുപോലെ അതിന് പ്രകടിപ്പിക്കാൻ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലിറ്ററേച്ചറിൻ്റെ കേസിലേക്ക് വരുമ്പോഴാണ് കേട്ടോ. അതായത് മനുഷ്യൻ്റെ ഭാവനയെ അല്ലെങ്കിൽ മനുഷ്യൻ കാണുന്ന രീതിയിലുള്ള ഇമാജിനേഷൻ അതുപോലെ ചെയ്യാൻ അതിനൊരു പക്ഷേ പറ്റിയെന്നില്ല. പക്ഷേ ആ രീതിയിലേക്ക് വരുത്താൻ പറ്റും. ഒരു നോവലിസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പെയിൻറ്റ് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് ഈ ലോകത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അയാൾ വിഷ്വലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉപയോഗിക്കേണ്ട ഭാഷ, അതിനുപയോഗിക്കേണ്ട ലാംഗ്വേജ്, സ്റ്റൈല് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിലേക്ക് എഴുതാനും ഈ പറഞ്ഞ പോലെ ഭാവിയിൽ സാധിച്ചുകൂടായികയൊന്നുമില്ല, അങ്ങനെയും വരും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, പലപ്പോഴും ഇതിനകത്തുനിന്ന് ഇല്ലാണ്ടായി പോകുന്നൊരു സംഭവമുണ്ട്. അത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ്. അതിപ്പോൾ നമ്മുടെ SEOയുടെ കേസിലേക്ക് വരുന്ന സമയത്തും ഈ ആർട്ടിക്കിൾ, അതായത് ബ്ലോഗുകൾ ഒക്കെ എഴുതുന്ന സമയത്ത് AI കണ്ടൻറ്റിനകത്ത് പലപ്പോഴും ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ് ഇല്ലാതായി വരുന്നു. ഇതെങ്ങനെയാണ് ഈ കണ്ടൻറ്റുകൾ ജനറേറ്റ് ചെയ്തതെന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അറിവിൽ നിന്ന് നിലവിൽ അതിനെന്തൊക്കെ അറിയാമോ ആ കാര്യങ്ങൾ മാത്രമേ അതിന് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ അതായത് ഇതിന് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് ഡാറ്റ അല്ലെങ്കിൽ അതിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സോഴ്സുകൾ, ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് മാത്രമേ ഇതിനൊരു ആർട്ടിക്കിൾ എഴുതാൻ പറ്റൂ. അപ്പോൾ നിലവിൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമേ, അല്ലെങ്കിൽ ആ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇതിനെ എഴുതാനായിട്ട് പറ്റൂ. അതിനപ്പുറത്തേക്ക് റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവിടെ ഏത് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡിസ്കഷൻസാണ് നടക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ എവിടെയും ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് എഴുതാനായിട്ട് ഒരുപക്ഷെ AIക്ക് പറ്റിയെന്ന് വരില്ല എന്നല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതിന് പറ്റുന്നില്ല. അത് ആ രീതിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ ജീവിതം, ഇപ്പം നമ്മളുടെ ജീവിതമൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ അതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും റോബോട്ടിക് സംവിധാനമോ നമ്മുടെ തലച്ചോറിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചിപ്പോ ഒക്കെ ഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ അതുപോലെ ഈ പറഞ്ഞ പോലെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് എഴുതാനായിട്ട് AIക്ക് പറ്റും. നിലവിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഈ എക്സ്പീരിയൻസിൻ്റെ ഒരു അഭാവം തന്നെയാണ്. അതായത് ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഭവം അതിനകത്ത് ഇല്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതാണ് മിസ് ചെയ്യുന്നതും. ഇത് ഗൂഗിൾ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്
AI കണ്ടൻറ്റിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടാവും എന്ന് അതിനൊരു ബോധ്യമുള്ളത് കൊണ്ട് ഗൂഗിളിനൊരു ഫ്രെയിംവർക്ക് ഉണ്ട്, എക്സ്പീരിയൻസ് അതോറിറ്റേറ്റീവ്നെസ് ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറയുന്ന ഈറ്റ് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക്. ഈ ഫ്രെയിംവർക്കിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു 2022 തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഭവം കണ്ടൻറ് ക്വാളിറ്റി ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. കണ്ടൻറ് ക്വാളിറ്റി ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് EAT എന്നുള്ളൊരു ഫ്രെയിംവർക്കാണ് അവർ കൊണ്ടുവരുന്നത്. അതിൽ ആദ്യം ഒരു ഇയും എയും ടിയും മാത്രമേ ഉണ്ടായിരുന്നു. എക്സ്പെർട്ടൈസ്നെസ്സും അതോറിറ്റേറ്റീവ്നെസ്സും ട്രസ്റ്റ് വർത്തിനെസ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ കടൽ പോലെ അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ്റെ ഒരു ഫ്ലഡ്, ഒരുപാട് ഇൻഫർമേഷൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പുറപ്പെട്ട് വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്ന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിൽ പല ഇൻഫർമേഷനുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർട്ടിക്കിളുകളിലും എന്തുണ്ടാവില്ല, റിയൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇത് ഒരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ഗൂഗിൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് കണ്ടൻറ് ക്വാളിറ്റി ഇവാലുവേഷൻ്റെ ഫ്രെയിംവർക്കിനകത്തേക്ക് എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് വേണമെന്നുള്ളൊരു കാര്യം അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് AI കണ്ടൻറ്റ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. നിലവിൽ ഫേസ് ചെയ്യുന്ന ഈ നമ്മൾ ആർട്ടിക്കിളുകളുടെ കേസിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. അപ്പോൾ നമ്മുടെ SEOയിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കണ്ടൻറ്റ് എഴുതുന്നത് ഹ്യൂമൻസിന് വേണ്ടിയിട്ടാണ് ഒരു പരിധി വരെ. പിന്നെ നമ്മൾ കണ്ടൻറ്റ് ഈ പറഞ്ഞ പോലെ ഗൂഗിളിന് വേണ്ടി കൂടെ നമ്മൾ പരിഗണിച്ചിട്ട് കണ്ടൻറ്റ് എഴുതാറുണ്ട്. അതായത് ഈ ഒരു മെഷീൻ ആണല്ലോ ഇതിനെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ റീഡ് ചെയ്തിട്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത് ഈ പറയുന്ന പോലെ സെർച്ച് എഞ്ചിൻ്റെ ഒരു ഇതുണ്ട്, ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റ് സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഈ AI കണ്ടൻറ്റിനെ ഗൂഗിൾ എങ്ങനെയാണ് ഈ AI കണ്ടൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഗൂഗിളിൻ്റെ ക്വാളിറ്റി റേറ്റേഴ്സ് ഗൈഡ് ലൈൻ വായിച്ചവർക്ക് അറിയാൻ പറ്റും. 2022 വരെ ഗൂഗിളിന് ഹ്യൂമൻ റിട്ടേൺ കണ്ടൻറ്റിനോട് ഒരു വലിയ ഒരു അഫിനിറ്റി ഉണ്ടായിരുന്നു. അഫിനിറ്റി എന്നല്ല, ഹ്യൂമൻ റിട്ടേൺ ആവണം കണ്ടൻറ്റ് എന്നുള്ളൊരു പോളിസി തന്നെ അവർക്കുണ്ടായിരുന്നു. അവരുടെ ആ ക്വാളിറ്റി റേറ്റേഴ്സ് ഗൈഡ് ലൈൻസിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, കണ്ടൻറ്റ് റിട്ടേൺ ബൈ ഹ്യൂമൻ എന്നുള്ളൊരു വേർഡ് പോലും ആ രീതിയിലൊരു സെൻറ്റൻസ് അതിനകത്തുണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റിയിട്ടുണ്ട്, ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ക്രിയേറ്റഡ് ബൈ എന്ന് പറഞ്ഞാൽ മനുഷ്യനാൽ ഈ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, എഴുതുന്നു എന്നതിനകത്ത് പറയുന്നില്ല, മനുഷ്യൻ്റെ ഒരു പ്രസൻസോട് കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയും കൃത്യമായിട്ട് പറയുന്നുണ്ട് മനുഷ്യൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവണം. അപ്പോൾ ഗൂഗിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ ക്വാളിറ്റി റേറ്റേഴ്സ് ഫ്രെയിംവർക്കിനകത്തും അതോടൊപ്പം തന്നെ ക്വാളിറ്റി റേറ്റേഴ്സ് ഗൈഡ് ലൈനകത്ത് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് എക്സ്പീരിയൻസ് ഉള്ള ഒരു കണ്ടൻറ്റ് ആയിരിക്കണം അത്. അതാണ് ഗൂഗിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട AI കണ്ടൻറ്റിനോടുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. AI കണ്ടൻറ്റ് ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിന് ഈ പറഞ്ഞ പോലെ ഗൂഗിളെന്നോ മറ്റ് സെർച്ച് എഞ്ചിൻസോ ഒന്നും എതിരല്ല. കാരണം ഇനി അങ്ങോട്ടൊരു തിരിച്ചുപോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അതായത് AI നമ്മളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ കണ്ടൻറ് ക്രിയേഷനിൽ ഉപയോഗിച്ച് വന്നിരുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതികളെയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ AIയെ പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇനി അതിനകത്തൊരു തിരിച്ചുപോക്കില്ല, അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഒരിക്കലും വാശി പിടിക്കുന്നില്ല, മനുഷ്യൻ എഴുതുന്ന കണ്ടൻറ്റ് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നില്ല. പക്ഷേ ഗൂഗിൾ അതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ആർട്ടിക്കിൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മറ്റാരും പറയാത്ത അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തൊരു ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. ഇൻഫർമേഷൻ ഗെയിൻ സ്കോർ എന്നാണ് പറയാം. ആ ഇൻഫർമേഷൻ ഗെയിൻ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഗൂഗിൾ അതിനെ ഇൻഡെക്സ് ചെയ്യാൻ പോലും പരിഗണിക്കൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അതെ, അതായത് മറ്റ് കണ്ടൻറ്റുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഗൂഗിളിനൊരു കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഇൻഡെക്സിലുള്ള മറ്റ് കണ്ടൻറ്റുകളുമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കും. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മറ്റ് കണ്ടൻറ്റുകളിൽ ഇല്ലാത്ത എന്ത് അഡീഷണൽ ഇൻഫർമേഷനാണ് ഇതിനകത്തുള്ളത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഇൻഡെക്സ് ചെയ്യാനായിട്ട് അത് പരിഗണിക്കും. ആ തരത്തിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ അതിനകത്ത് ഇല്ല എങ്കിൽ നിലവിൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് തന്നെ തിരിച്ചും മറിച്ചും എഴുതിയിരിക്കുന്ന ഒരു കണ്ടൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഇൻഡെക്സ് ചെയ്യാൻ പോലും പരിഗണിക്കില്ല. അപ്പോൾ അത് പ്രധാനമായിട്ട് നോക്കുന്നത് ഇൻഫർമേഷൻ ഗെയിൻ ആണ്. ഇൻഫർമേഷൻ ഗെയിൻ അത് നോക്കും. പിന്നെ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ കണ്ടൻറ്റ്, അതായത് നിലവിലുള്ള കണ്ടൻറ്റിൽ നിന്ന് എത്രത്തോളം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ കണ്ടൻറ്റ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഗൂഗിൾ നോക്കുന്നത്. ഒന്ന് കണ്ടൻറ്റിൻ്റെ ട്രസ്റ്റ് നോക്കും കേട്ടോ, ട്രസ്റ്റ് അതോറിറ്റി ഈ കാര്യങ്ങൾ നോക്കും. അതിൻ്റെ കൂടെ തന്നെ എത്രത്തോളം എക്സ്പെർട്ടൈസ്നെസ് ഈ കണ്ടൻറ്റിനകത്ത് വന്നിട്ടുണ്ട് നോക്കും. പിന്നെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് എത്രത്തോളം നമുക്ക് ആ കണ്ടൻറ്റിനകത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സിംഗിൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട്
ഇപ്പോൾ ജനറേറ്റ് കണ്ടൻറ്റ് ഓൺ ദീസ് ടോപ്പിക് 200 വേർഡ്സ് അല്ലെങ്കിൽ 2000 വേർഡ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടൻറ്റ് തീർച്ചയായിട്ടും ഇൻ്റർനെറ്റിലുള്ള നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കണ്ടൻറ്റിൻ്റെ ഒരു കോപ്പി തന്നെയായിരിക്കും, ഒരു റെപ്ലിക്ക തന്നെയായിരിക്കും അത്. അതിന് ഇത്തരത്തിലുള്ള കോപ്പി കാറ്റ് കണ്ടൻറ്റുകൾ ഇൻ്റർനെറ്റിൽ ഒരുപാടുണ്ട്. അപ്പോൾ ആ കണ്ടൻറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഗൂഗിൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വാളിറ്റി ഇവാലുവേഷൻ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നതും ഈ രീതിയിലുള്ളൊരു അപ്രോച്ച് കൊണ്ടുവന്നതും. അതായത് ഇൻഫർമേഷൻ ഗെയിൻ ഇല്ലാത്ത കണ്ടൻറ്റുകൾ ഗൂഗിൾ പരിഗണിക്കാറില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഗെയിൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല AI കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റും? AI കണ്ടൻറ്റ് അല്ല, AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റും? എങ്ങനെ നല്ല AI കണ്ടൻറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ചോദ്യം, എങ്ങനെ നമുക്ക് നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ മതി. കാരണം ഇനി അങ്ങോട്ട് AI ഉപയോഗിച്ച് തന്നെയായിരിക്കും കണ്ടൻറ്റ് ഉണ്ടാക്കാം. AI കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കണ്ടൻറ്റ്. AI കണ്ടൻറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പേന ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്നൊരു കണ്ടൻറ്റിന് നമ്മൾ ആ പേരിട്ട് വിളിക്കുന്നില്ല. അപ്പോൾ പേന ഉപയോഗിച്ചുകൊണ്ടുള്ള കണ്ടൻറ്റ്, പെൻ കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഹ്യൂമൻ റിട്ടൺ കണ്ടൻറ്റ് എന്ന് നമ്മൾ പറയുന്ന ഒരു സംഭവം, അത് എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പേനയായതുകൊണ്ട് അതിൻ്റെ പേരിൽ നമ്മളൊരു കണ്ടൻറ്റ് അറിയപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് AI ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മൾ കുറേയധികം ഇൻപുട്ട് കൊടുക്കുന്നു, ആ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് AI ഒരു കണ്ടൻറ്റ് എഴുതി തരുന്നു. ആ കണ്ടൻറ്റ് എഴുതുന്ന സമയത്ത് നമുക്കതിനകത്ത് കൺട്രോൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എങ്ങനെ നമുക്ക് നല്ല കണ്ടൻറ്റ് എഴുതാൻ പറ്റും? അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളിലൂടെയും നമ്മൾ തീർച്ചയായിട്ടും പോകണം. അല്ലെങ്കിൽ AI ആ രീതിയിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. ഒന്ന്, നമ്മൾ കണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കണ്ടൻറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കും. അത് ഏത് ഇൻറ്റൻറ്റിലാണ്, അത് ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്, അത് ഏത് ടോണിൽ എഴുതണം, അത് എന്ത് ഇമോഷനാണ് ആളുകളിലേക്ക് എത്തിക്കേണ്ടത്, അത് എന്താണ് കൺവേ ചെയ്യേണ്ടത്, ആളുകൾ ആ കണ്ടൻറ്റ് എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കണ്ടൻറ്റ് ഈ പറഞ്ഞ പോലെ പ്രേരിപ്പിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ കണ്ടൻറ്റിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം, ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പോൾ SEO റൈറ്റിങ്ങിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻറ്റിറ്റീസ് എന്ന് പറയും. അപ്പോൾ ഒരു കണ്ടൻറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻറ്റിറ്റി ഇൻഡെക്സിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കണ്ടൻറ്റിനകത്ത് എൻറ്റിറ്റീസിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഏതൊക്കെ എൻറ്റിറ്റീസാണ് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉൾപ്പെടുത്തേണ്ടത്, അത് കൃത്യമായി എൻറ്റിറ്റി റിസർച്ച് നടത്തിയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി അതിനകത്ത് തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ഏതൊക്കെ ആട്രിബ്യൂട്ട്സിനെ മെൻഷൻ ചെയ്യണം, അതിൻ്റെ വാല്യൂസിനെ എങ്ങനെ കണക്ട് ചെയ്യണം, ഇത്തരം കാര്യങ്ങളും നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അതിന് നിലവിൽ റാങ്ക് ചെയ്യുന്ന കണ്ടൻറ്റ്, നിലവിൽ ഇൻ്റർനെറ്റിൽ ആളുകൾ വായിക്കുന്ന കണ്ടൻറ്റ്, നിലവിൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ട കണ്ടൻറ്റുകൾ, ഇതെല്ലാം നമുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാനുവലി റെഫർ ചെയ്യണം, അത് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, AI തന്നെ നമുക്ക് പറയാം. അപ്പോൾ അല്ലെങ്കിൽ AI തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം. ഇത്തരത്തിൽ റിസർച്ച് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്തും എന്തൊക്കെയാണ് റിസർച്ച് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അത് നമ്മളും കൂടി ഒന്ന് പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇനി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇൻ്റർനെറ്റിൽ നിലവിൽ അവൈലബിൾ അല്ലാത്ത, ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നതായിരിക്കാം. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഈ ഒരു ടോപ്പിക്കിലുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ടേക്ക് എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, നമ്മൾ ഈ പ്രോബ്ലത്തിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, നമ്മുടെ എക്സ്പേർട്സ് ഈ കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്, ഇതൊക്കെ നമുക്കേ പറയാൻ പറ്റൂ. അപ്പോൾ അത്തരം പോയിൻറ്റ്സ് എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളത് AI പറയാണ്, ഇത്തരം കണ്ടൻറ്റ് ഈ പോയിൻറ്റ്സ് കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അതിനൊരു അഡീഷണൽ വാല്യൂ ഉണ്ടാകുന്ന ആ സമയത്ത് ഈ അഡീഷണൽ വാല്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഇൻപുട്സ് കൊടുത്തിട്ട് നമ്മൾ AI എഴുതാൻ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എഴുതുന്ന കണ്ടൻറ്റ് ആക്ച്വലി ഇൻഫർമേഷൻ ഗെയിൻ ഉള്ളൊരു കണ്ടൻറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു സ്റ്റൈൽ ഗൈഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റൈൽ ഗൈഡ് AI പഠിപ്പിക്കാം. ഇന്ന വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്, ഇന്ന വാക്കുകൾ ഉപയോഗിക്കരുത്, ഈ ടോണാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള റൈറ്റിങ്ങിൽ വരുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ അതിനെ പഠിപ്പിക്കാം. അങ്ങനെ പഠിപ്പിച്ചിട്ട് നമുക്കത് അതിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ AI ഉപയോഗിച്ച് കണ്ടൻറ്റ് എഴുതുന്ന സമയത്ത് ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AI ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നത് തന്നെ ഇതാണ്. അതായത് എന്താണോ ജനറേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് AIക്ക് വലിയ ബോധ്യമൊന്നുമില്ല. അതായത് ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടൊരു കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതൊരു
എന്താ പറയുക, ഒരു പ്രൊഡിക്ഷൻ മോഡൽ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇതെല്ലാം ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു വാക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റൊരു വാക്ക് ഏതാണ് എന്നൊക്കെ അത് ഈ പറഞ്ഞ പോലെ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു പ്രൊഡിക്ഷൻ മോഡൽ നമ്മുടെ ഈ മൊബൈലിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു വാക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ കാണിച്ചു തരും. ഹൗ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഹൗ ആർ യു എന്ന് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ കാണിച്ചു തരുന്നത്. ഇതുപോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വാക്കിന് ശേഷം എന്ത് വാക്കാണ് വരേണ്ടത് ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട്, പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ട്രില്യൺസ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രയും പിന്നെ ടെക്സ്റ്റുകളൊക്കെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇത് പിന്നെ ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല രീതിയിൽ പാറ്റേൺസ് പഠിച്ചിട്ട് ഏകദേശം പിന്നെ ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്, അതിൻ്റെ മീനിങ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോഴും ഇതിന് മിസ്റ്റേക്ക് പറ്റാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് വെച്ചാൽ 60% മെഡിക്കൽ ഇൻഫർമേഷനും AI പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ബ്ലണ്ടറാണ് തന്നെയാണ് അവർ പറയുന്നത്. പലപ്പോഴും അത് മിസ്റ്റേക്കാണ്. അപ്പോൾ അതിനെ വിശ്വസിക്കരുത് എന്ന് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ AI ഉപയോഗിച്ച് നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കണ്ടൻറ്റ് എഡിറ്റിങ്, പ്രൂഫ് റീഡിങ്, കണ്ടൻറ്റ് എഡിറ്റിങ്. അതായത് ഇത് ജനറേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ്, ഈവൻ അതൊരു ഇമേജ് ആയാൽ പോലും അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആയാൽ പോലും നമ്മൾ അതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് വായിച്ചു നോക്കണം. A to Z കാര്യങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം അതിനകത്ത് എറേഴ്സ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. അഡീഷണലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. ഇനി എല്ലാവരുടെയും ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ AI കണ്ടൻറ്റ് റാങ്ക് ചെയ്യുമോ, ആ ചോദ്യത്തിലേക്ക് തന്നെ വരാം. AI കണ്ടൻറ്റ് റാങ്ക് ചെയ്യുമോ? ഓക്കെ, അത് എല്ലാവരുടെയും ഒരു സംശയമാണ്, AI കണ്ടൻറ്റ് റാങ്ക് ചെയ്യുമോ എന്നുള്ളത്. AI കണ്ടൻറ്റ് തീർച്ചയായിട്ടും റാങ്ക് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, AI കണ്ടൻറ്റ് എന്നുള്ള ലേബലൊന്നും ഒരു കണ്ടൻറ്റിനും ആരും കൊടുക്കുന്നില്ല. പക്ഷേ AI മാത്രം ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന കോപ്പി ക്യാറ്റ് കണ്ടൻറ്റ് ആണോ എന്നുള്ളതാണ് ഗൂഗിൾ നോക്കുന്നത് കേട്ടോ. അവിടെ AI കണ്ടൻറ്റ് ആണോ എന്നുള്ളതല്ല, AIയുടെ ഒരു ലേബൽ ഉണ്ടോ എന്നുള്ളതല്ല നോക്കുന്നത്, കോപ്പി ക്യാറ്റ് കണ്ടൻറ്റ് ആണോ എന്നാണ് നോക്കുന്നത്. കോപ്പി ക്യാറ്റ് കണ്ടൻറ്റ് ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റ് ഒരു ലോ വാല്യൂ പിന്നെ കണ്ടൻറ്റിൻ്റെ ഒരു സോഴ്സായിട്ട് കണക്കാക്കും. അപ്പോൾ നമുക്ക് ഈ AI കണ്ടൻറ്റ് തീർച്ചയായിട്ടും റാങ്ക് ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ AI ഉപയോഗിച്ചിട്ട് കണ്ടൻറ്റ് എഴുതുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ അതിനകത്ത് നോക്കുന്ന ഒരു കാര്യം ഇതാണ്, ഒരു ടോപ്പിക്കിൽ നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് നിലവിൽ എല്ലാവരും പറഞ്ഞൊരു ആൻസർ തന്നെയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ, ഇവർ 10 പേര് പറഞ്ഞ ആൻസർ തന്നെയാണ് 11ാമത്തെ ആളും പറയുന്നതെങ്കിൽ, ആ 11ാമത്തെ ആൾ പറയുന്നതിന് വലിയ വാല്യൂ ഒന്നുമില്ല. കാരണം അത് റെപ്പിറ്റേഷനാണ്. പക്ഷെ നമ്മളൊരു പുതിയ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പുതിയ ഒരു എന്താ പറയുക, ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പെർസ്പെക്റ്റീവ്, ഒരു അഡീഷണൽ വാല്യൂ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കണ്ടൻറ്റിനെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AI കണ്ടൻറ്റ് തീർച്ചയായിട്ടും റാങ്ക് ചെയ്യും. അത് മാത്രമല്ല, AI കണ്ടൻറ്റിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ട്രഡീഷണൽ SEOയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയൊരു അപ്രോച്ചിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് AIയുടെ റാങ്കിങ്ങിലേക്ക് വരുമ്പോൾ. അതായത് AIയിൽ നമ്മൾ പൊതുവേ ഒരു ടോപ്പിക്കൽ കവറേജ് എന്നുള്ള രീതിയിൽ ആർട്ടിക്കിൾ എഴുതാറുണ്ട്. അതായത് ഒരു കണ്ടൻറ്റിൻ്റെ A to Z കാര്യങ്ങൾ നമ്മളിങ്ങനെ എഴുതി പോകും. അതായത് എന്താണ് ആ ടോപ്പിക്ക്, അതെങ്ങനെയാണ്, എപ്പോഴാണ്, ഏത് രീതിയിലാണ്, അത് ആർക്കാണ് ഗുണം ചെയ്യുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ടോപ്പിക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവണം. അടുത്ത ആളും അതേ ടോപ്പിക്ക് എഴുതുമ്പോൾ ഇതേ രീതിയിൽ ടോപ്പിക്കൽ കവറേജ് കൊടുത്തിട്ട് എഴുതും. മറ്റേ ആൾ കൊടുക്കുമ്പോഴും അതേ ടോപ്പിക്കൽ കവറേജ് കൊടുത്തിട്ടാണ് എഴുതുക. പക്ഷേ AIയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ അപ്രോച്ചിനെ ഒന്ന് മാറ്റി പിടിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ടോപ്പിക്കൽ കവറേജിനല്ല നമ്മൾ ഈ പ്രാധാന്യം കൊടുക്കേണ്ടത്. മറ്റാളുകൾ എഴുതിയത് അതുപോലെ നമ്മളിവിടെ കൊണ്ടുവരിക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. മറ്റാരും എഴുതാത്ത എന്ത് നമുക്കിതിനകത്ത് കൊണ്ടുവരാൻ പറ്റും ഈ ടോപ്പിക്കിനകത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇതിന് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ്, എക്സാമ്പിൾസ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ റിയൽ വേൾഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസ് അഡീഷണലായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ പത്രങ്ങളിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു വാർത്ത സംഭവിച്ചു. ഈ വാർത്ത ഇപ്പോൾ മലയാളത്തിലെ പ്രധാന പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവർ ഈ വാർത്ത എന്തായാലും മാറ്റാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്തം ഉണ്ടായില്ല എന്നും കൊടുക്കാൻ പറ്റുമല്ലോ. ആ ദുരന്തം ഉണ്ടായി, ഇവരെങ്ങനെയാണ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് അവർ ഓരോ സ്ഥലത്തും പോയിട്ട് ഒപ്പീനിയൻ എടുക്കുന്ന ആളുകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ ദുരന്തത്തിനെ കണ്ടിരിക്കുന്ന ആളുകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ എന്താ ഒരു ആംഗിളിലായിരിക്കും ഈ ദുരന്തത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു വിവരണം
അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. ചില ആളുകൾ ഈ പറഞ്ഞ പോലെ രാത്രി ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന ആളായിരിക്കാം, ചിലർ ആ സംഭവം അത് നടന്നതിന് ശേഷം വന്ന ആളായിരിക്കാം, ചില ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളായിരിക്കാം. അങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് തന്നെ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ പല പല ആളുകൾ ഒരു സംഭവത്തിനെ നോക്കിക്കാണുമ്പോൾ പല പല പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഈ പല പെർസ്പെക്റ്റീവിലായിരിക്കും അതിനകത്ത് ആളുകളുടെ എക്സ്പീരിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു പത്രം വായിച്ച ഒരാൾ മറ്റൊരു പത്രം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ബോറിങ്ങോ അല്ലെങ്കിൽ ഒരു മുഷിപ്പോ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിഫറൻ്റ് ആയിട്ടൊരു പെർസ്പെക്റ്റീവ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ക്രിക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പോർട്സിൻ്റെയൊക്കെ വാർത്തകൾ വായിക്കുന്ന സമയത്ത് പോലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ പോലെ 5 വിക്കറ്റിന് ജയിച്ചു അല്ലെങ്കിൽ 100 റൺസിന് ജയിച്ചു എന്നൊക്കെയുള്ള വാർത്തയാണെങ്കിൽ തന്നെ പല പത്രങ്ങളും അത് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടറുടെ ഒരു പെർസ്പെക്റ്റീവും അതിനെ അവർ നോക്കിക്കാണുന്ന രീതിയും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ടെലിവിഷനിൽ ഓൾറെഡി നമ്മൾ ഈ വാർത്ത കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ വാർത്ത പിറ്റേ ദിവസം പത്രത്തിൽ വരുമ്പോൾ നമുക്ക് വായിക്കാനൊരു ടെൻഡൻസി ഉണ്ടാകുന്നത്. ഇപ്പോൾ ആരും പത്രം വായിക്കാറില്ല, അത് വേറൊരു കാര്യം. എന്നാൽ ഈ വായിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞത്, അവർക്ക് അങ്ങനെ ബോറടിക്കാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെയാണ്. ഈ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു ആംഗിളിലൂടെ എപ്പോഴും ഈ ജേർണലിസം പോകുന്നുണ്ട്. ഈ ഒരു സ്റ്റൈൽ നമുക്ക് ഇവിടെയും കൊണ്ടുവരാൻ പറ്റും. ഇത് AI സെർച്ചിൻ്റെ കേസിലേക്ക് വരുമ്പോൾ AI ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആൻസർ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതേ ആൻസർ തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ആൻസറിന് വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിനെ അവർ പരിഗണിക്കില്ല. പക്ഷേ നമ്മുടെ വെബ്സൈറ്റിൽ ഡിഫറൻ്റ് ആയിട്ട് ആ ചോദ്യത്തിന് വേറൊരു പെർസ്പെക്റ്റീവിൽ നമ്മളൊരു ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ AIക്ക് ഒരു കാര്യമുണ്ട്, പല സ്ഥലത്തും പോയിട്ട് ഇതിൻ്റെ മാക്സിമം ഇൻഫർമേഷൻ അത് കളക്ട് ചെയ്യാൻ കുറഞ്ഞ സമയം മതി. അതുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ വേറെ പെർസ്പെക്റ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അതായത് ഇങ്ങനൊരു പെർസ്പെക്റ്റീവ് കൂടിയുണ്ട്, അപ്പോൾ ഇതെല്ലാം കൂടെ സിന്തസൈസ് ചെയ്തിട്ടായിരിക്കും അതൊരു ആൻസർ ജനറേറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു കീവേഡിൽ പോലും അല്ലെങ്കിൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് പോലും നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുക അല്ലെങ്കിൽ വിസിബിൾ ആവണം അല്ലെങ്കിൽ സൈറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മളതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളൊരു സമീപനം കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ AI കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കണ്ടൻറ്റ് റാങ്ക് ചെയ്യും. അത് 100% ഉറപ്പാണ്.